കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗോതമ്പ് കൊണ്ടുള്ള ഇലയടയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗോതമ്പ് കൊണ്ടുള്ള ഇലയട തയ്യാറാക്കുവാനായിട്ട് ആദ്യം 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര പാനി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. തേങ്ങയും ഇതിൽ ചേർത്ത ചേരുവകളെല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് കുഴയ്ക്കാം. എന്നാൽ ചപ്പാത്തിയേക്കാൾ നല്ല ലൂസായിട്ട് ഇതിൻ്റെ മാവ് നമുക്ക് കിട്ടണം. ചപ്പാത്തി നമ്മൾ പരത്തുന്നത് സാധാരണ ചെറിയ റോളർ ഉപയോഗിച്ചാണല്ലോ. എന്നാൽ ഇത് നമ്മൾ ഇലയിൽ ഈ മാവ് വെച്ച് കൈകൊണ്ട് തന്നെയാണ് പരത്തുന്നത്. അപ്പോൾ ആ ഒരു പരുവത്തിനാണ് ഈ മാവ് കുഴച്ച് കിട്ടേണ്ടത്. ഇപ്പോൾ ഇത് അതിൻ്റെ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസ് മാവിന് ഉണ്ടാവണം. ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ പുറത്തെല്ലാം ഈ വെളിച്ചെണ്ണ കൊണ്ട് നന്നായിട്ടൊന്ന് തടവിയെടുക്കാം. ആ മാവിൻ്റെ പുറമെല്ലാം വേഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഇതുപോലെ തേച്ചത്. ഇനി വാഴയില ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അടുത്തു തന്നെ ഒരല്പം വെള്ളം വെക്കണം. നമ്മൾ വെള്ളത്തിലൊന്ന് കൈ തൊട്ടതിന് ശേഷം ഈ മാവ് ചെറിയ ബോളാക്കി നമുക്കെടുക്കാം. ഈ മാവ് വളരെ ലൂസായിട്ടുള്ളതായതുകൊണ്ട് വെള്ളം തൊട്ട് എടുത്തില്ല എങ്കിൽ കയ്യിലെല്ലാം ഒട്ടിപ്പോകും. അതിനാണ് നമ്മൾ വെള്ളം തൊട്ടെടുത്തത്. അതുപോലെ തന്നെ വെള്ളം തൊട്ടിട്ട് തന്നെ വേണം നമുക്കിത് പരത്തുവാനായിട്ട്. ഈ ഇലയിലേക്ക് മാവ് വെച്ച് ഇതുപോലെ നമുക്ക് പരത്തി കൊടുക്കാം. വീണ്ടും നമുക്ക് വെള്ളത്തിൽ ഒന്ന് കൈകൊണ്ട് തൊട്ടതിന് ശേഷം ഇതുപോലെ ഇലയുടെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക വിധത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സൈഡിൽ ഇങ്ങനെ ഒരല്പം ഇട്ട് കൊടുത്താൽ മതിയാകും. നമ്മൾ മാവ് പരത്തിയതിൻ്റെ പകുതി ഭാഗം മാത്രം ഇതുപോലെ നിരത്തി കൊടുക്കാം. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കാം. കൃത്യമായിട്ട് മാവ് ഉള്ളിലുള്ള രീതിയിൽ വേണം നമുക്കത് മടക്കുവാനായിട്ട്. അതുപോലെ അരികെല്ലാം ഇതുപോലെ ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കാം. ഇനി അത് മാറ്റിവെക്കാം. വീണ്ടും അടുത്ത അടയുണ്ടാക്കാം. നമുക്ക് വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം ചെറിയൊരു ബോള് ആട്ട കയ്യിലെടുക്കാം. അത് ഇലയിലേക്കിട്ട് വെള്ളം തൊട്ടതിന് ശേഷം അത് പതുക്കെ ഇതുപോലെ പരത്തി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ തേങ്ങാപ്പീര അതിൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതിക്ക് താഴെ മാത്രമാണ് നമ്മൾ തേങ്ങാപ്പീര ഇടേണ്ടത്. ഈ തേങ്ങാപ്പീരയിൽ ശർക്കരപ്പാനി, ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി ഇത്രയും ചേർത്താണ് നമ്മളത് മിക്സ് ചെയ്തിട്ടുള്ളത്. ഏത്തപ്പഴം ചെറിയ പീസാക്കിയതും കുറച്ച് നെയ്യും ഇതിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇലയുടെ ഉള്ളിലുള്ള മാവ് ഒരേപോലെ ലെവലിൽ എത്തത്തക്ക വിധത്തിൽ നമുക്കത് മടക്കിയെടുക്കാം. മടക്കി കഴിഞ്ഞ് സൈഡ് ഇതുപോലൊന്ന് പതുക്കെ അമർത്തി കൊടുക്കാം. ഇനി ഇഡലി ചെമ്പിൽ വെള്ളമൊഴിച്ച് തട്ട് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇല അടുക്കി വെച്ച് കൊടുക്കാം. 6 ഇലയടയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിയും 1.5 കപ്പ് തേങ്ങാപ്പീരയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു മീഡിയം
ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ബോയിൽ ചെയ്യാവുന്നതാണ്. ഏകദേശം 20 മുതൽ 25 മിനിറ്റ് വരെ ഇതിന് സമയമെടുക്കും. അരിയടയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ വെന്ത് കിട്ടും, എന്നാൽ ഗോതമ്പട വെന്ത് കിട്ടുവാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഒരു 25 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇത് തുറന്നെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ അട നന്നായി ബോയിലായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ഈ ഇലയട. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണ് ഇലയട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.